മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 63-ാമത്തെ ദശകത്തിൽ 9ഉം 10ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 9ാമത്തെ ശ്ലോകം. ശമമുപേയുഷി വർഷഭരേ തദാ പശുപഥേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഹിതഭൂധര പ്രമുദിതൈ പശുപൈ പരിരേഭിഷേ. കസർത്തുകളൊക്കെ കഴിഞ്ഞ് ദേവേന്ദ്രൻ യാതൊരു രക്ഷയില്ല തനിക്ക് എന്ന് കണ്ടിട്ട് ഭഗവാനെ പേടിച്ച് എന്തെങ്കിലും തകരാറുണ്ടാക്കിയാലോ ഭഗവാൻ എന്ന് പേടിച്ച് അവിടുന്ന് ഓടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ മേഘങ്ങളൊക്കെ ശക്തിയില്ലാതെ കണ്ടായിട്ടാണല്ലോ. മേഘങ്ങൾക്ക് ശക്തിയില്ലാതെ കണ്ടായി കാറ്റ് വന്ന് മേഘങ്ങളെയൊക്കെ ദൂരത്തേക്കാക്കി. നിവൃത്തിയില്ലാത്തതുകൊണ്ട് ദേവേന്ദ്രൻ ഓടിപ്പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ വർഷം ഒക്കെ ശമിച്ചപ്പോൾ മഴ നല്ലപോലെ ശമിച്ചു. അതികഠിനമായിട്ടുണ്ടായിരുന്നതായിട്ടുള്ള മഴ നിന്നു. ശമം ഉപേയുഷി വർഷഭരേ അത്യധികമായിട്ടുള്ള ആ വർഷം ശമം ഉപേയുഷി ശമത്തെ പ്രാപിച്ചപ്പോൾ ശമിച്ചപ്പോൾ ആ അത്യധികമായിട്ടുള്ള മഴ ശമത്തെ പ്രാപിച്ചപ്പോൾ ശമം ഉപേയുഷി ശമത്തെ പ്രാപിച്ചപ്പോൾ ഉപേയുവാൻ എന്നുള്ളത് ശമിച്ചവൻ എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഉപേയുഷി ശമിച്ചപ്പോൾ സപ്തമി വിഭക്തിയാണ്. വർഷഭരേ ശമം ഉപേയുഷി ആ കഠിനമായിട്ടുള്ള വർഷം ശമിച്ചതായ അവസരത്തിൽ പശുപധേനുകുലേച്ച വിനിർഗതേ തഥാ വെച്ചാൽ അപ്പോൾ അതിപ്പോൾ ദേവേന്ദ്രൻ ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ പിന്നെ വർഷങ്ങൾ ഒക്കെ നിന്നു. ആ സമയത്ത് പശുപധേനുകുലേച്ച വിനിർഗതേ പശുപന്മാരും ധേനുകുലവും രണ്ടിൻ്റെയും കുലം, പശുപന്മാരുടെ കുലവും ധേനുക്കളുടെ കുലവും, പശുക്കളും പശുപന്മാരും ഗോപാലന്മാരും പശുക്കളും എല്ലാം തന്നെ വിനിർഗതേ പുറത്തേക്ക് വന്നു. എവിടുന്ന്? ആ പർവ്വതത്തിൻ്റെ ചോട്ടിൽ നിന്ന്. പർവ്വതത്തിൻ്റെ ചോട്ടിലായിരുന്നല്ലോ എല്ലാവരെയും ആക്കിയിരുന്നത്. അതിൽ നിന്ന് പർവ്വതത്തിൻ്റെ ചുവട്ടിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് വന്നു. വിനിർഗതേ പുറത്തേക്ക് വന്നതായ അവസരത്തിൽ ഭുവി വിഭോ സമുപാഹിത ഭൂധര വിഭോ അല്ലയോ സർവശക്തനായിട്ടുള്ള ഭഗവാനെ, സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ, ഭൂമിയിൽ സമുപാഹിത ഭൂധര ആ ഭൂധരത്തെ, ഭൂധരം എന്ന് പറഞ്ഞാൽ പർവ്വതത്തെ സമുപാഹിതനായിട്ട് ഭുവി സമുപാഹിത ഭൂമിയിൽ വീണ്ടും വേണ്ട സ്ഥാനത്ത് പൂർവ്വസ്ഥാനത്ത് തന്നെ വച്ചതായ അങ്ങ് വച്ചതിന് ശേഷം സമുപാഹിത ഭൂധര ആ പർവ്വതത്തെ വേണ്ട സ്ഥാനത്ത് തന്നെ വെച്ചതിന് ശേഷം സമുപാഹിത ഭൂധര പ്രമുദിതൈ പശുപൈ പരിരേഭിഷേ പ്രമുദിതരായ സന്തുഷ്ടരായ പശുപന്മാരാൽ അങ്ങ് ആശ്ലേഷിക്കപ്പെട്ടു. എല്ലാവർക്കും സന്തോഷമായിട്ട് അദ്ദേഹത്തിനെ എല്ലാവരും കൂടി കെട്ടിപ്പിടിച്ചു. എല്ലാവരും ഓരോരുത്തരായിട്ട് അദ്ദേഹത്തിനെ ആശ്ലേഷിച്ചു എന്നാണ്, ആലിംഗനം ചെയ്തു. എന്താ വെച്ചാൽ അവരുടെയൊക്കെ സന്തോഷമായി. ഈ ദേവേന്ദ്രൻ കോപിച്ചാലും സാരമില്ല, ഈ പർവ്വതം തങ്ങളെയൊക്കെ രക്ഷിച്ചോളും എന്ന് പറഞ്ഞു. അതുപോലെ ആ പർവ്വതം അങ്ങയുടെ ശക്തി ഹേതുവായിട്ട് ആ പർവ്വതം തന്നെ അവരെയൊക്കെ രക്ഷിക്കുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് എല്ലാ അസന്തുഷ്ടരായ എല്ലാ ഗോപന്മാരും ഭഗവാനെ ആശ്ലേഷിച്ചു എന്ന്. അടുത്ത ശ്ലോകം. ധരണിമേവ പുരാധൃതവാനസി ക്ഷിതിധരോദ്ധരണേ തവ ശ്രമ ഇതി നുത സ്ത്രിദശൈ കമലാപതേ ഗുരുപുരാലയ പാലയമം ഗദൽ. ഇനി ഭഗവാന്റെ ഈ പ്രവൃത്തി കഴിഞ്ഞപ്പോൾ അത്ഭുതമൊന്നുമില്ല എന്ന് പറയുകയാണ്. ദേവന്മാരൊക്കെ അദ്ദേഹത്തെ സ്തുതിച്ചു എന്നാണ്. ഇപ്രകാരം നുതഃ സ്തുതിക്കപ്പെട്ടതായ അങ്ങ് ത്രിദശൈഹി ത്രിദശന്മാരാൽ ദേവന്മാരാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ടതായ അങ്ങ് നുതഃ ഇപ്രകാരം സ്തുതിക്കപ്പെട്ടതായ അങ്ങ് കമലാപതേ അല്ലയോ ലക്ഷ്മീകാന്തനായ ഭഗവാനെ, ലക്ഷ്മീവല്ലഭനായ ഭഗവാനെ, ഗുരുപുരാലയ ഗുരുവായൂരപ്പ മാം ഗദാത് പാലയ എന്നെ
ഗതങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ചാലും മാം പാലയ, എന്നെ രക്ഷിച്ചാലും എന്ന്. എന്താണ് ദേവന്മാർ പറഞ്ഞത്? ഇതി നുതസ്തുതശൈഹി എന്ന് പറഞ്ഞു. ദേവന്മാരാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ടതായ അങ്ങ് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് സ്തുതിച്ചത് എന്നുള്ളത് പറയാണ്. ധരണിമേവ പുരാ ധൃതവാനസി. പുരാ, പണ്ട്. ധരണിം ഏവ ധൃതവാൻ അസി. ധരണിയെ തന്നെ, ഭൂമിയെ മുഴുവനും അങ്ങ് ധരിച്ചതാണല്ലോ, പൊക്കിയെടുത്തതാണല്ലോ. അങ്ങ് പണ്ട് ഭൂമിയെ മുഴുവൻ പൊക്കിയെടുത്തിട്ടുണ്ട് അല്ലേ? വരാഹാവതാരത്തിൽ ആ തേറ്റയിൽ ഭൂമിയെ അങ്ങനെ പൊക്കിയെടുത്തു. പാതാളത്തിലേക്ക് താണുകൊണ്ടിരുന്നതായിട്ടുള്ള ഭൂമിയെ തൻ്റെ തേറ്റയിൽ അങ്ങ് പൊക്കി സ്ഥാനത്ത് ഉറപ്പിക്കുകയുണ്ടായി. ജലത്തിൽ അതിൻ്റെ സ്ഥാനത്ത് ഉറപ്പിക്കുകയുണ്ടായി. ജലത്തിൻ്റെ ഉപരി കൊണ്ടുവന്നിട്ട് അതിനെ അവിടെ, ഭൂമിയെ അവിടെ നിർത്തി. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങ് ധരണിമേവ പുരാ ധൃതവാനസി. ധൃതവാൻ അസി, ധരിച്ചവനാണ് അങ്ങ്. ഭൂമിയെ തന്നെ മുൻപ് ഏറ്റിയും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങക്ക് ക്ഷിതിധരോദ്ധരണേ, ആ ഇപ്പോഴത്തെ ഈ പർവ്വതത്തിൻ്റെ ക്ഷിതിധരൻ്റെ ഉദ്ധാരണത്തിൽ, അതിനെ പൊക്കുന്നതിൽ കശ്രമ, എന്തെങ്കിലും ഒരു ശ്രമമുണ്ടോ? അതിനൊരു പ്രയാസമില്ലല്ലോ. ആ നിസ്സാരമായിട്ടുള്ള ശ്രമമല്ലേ ഉള്ളൂ എന്നാണ്. കശ്രമ, അത് അങ്ങയ്ക്കൊരു ശ്രമമാണോ എന്നുള്ള ചോദ്യമാണ്. അതൊരു ശ്രമം തന്നെയല്ല ഭഗവാൻ, ഒരു ക്ലേശമില്ല അതെന്നാണ്. മുമ്പ് ആ ഭൂമിയെ മുഴുവനും പൊക്കിയിട്ടുള്ളതാണ്. അപ്പം ഈ നിസ്സാരമായിട്ടുള്ള അതിലത്തെ ഒരു പർവ്വതത്തിനെ പൊക്കുക എന്നുള്ളത് ഇത്രയും പ്രയാസമുള്ളതല്ലല്ലോ ഭഗവാന്. വരാഹാവതാരത്തിലാണ് ഭൂമിയെ മുഴുവനെ പൊക്കിയിട്ടുള്ളത്. ഇപ്പം ഇവിടെ ഒരു അതിൻ്റെ ആ ഭൂമിയുടെ ഒരു ഭാഗത്തുള്ളതായിട്ടുള്ള ഒരു പർവ്വതത്തിനെ എടുത്ത് പൊക്കുക എന്നുള്ളത് അതൊരു ശ്രമകരമല്ലല്ലോ എന്ന് പറയാണ്. ഇതി നൂതഹ, അപ്പം അതിന് അത്ഭുതമൊന്നുമില്ല എന്ന് ദേവന്മാരാ സ്തുതിക്കപ്പെട്ടതായ, ദേവന്മാർ സ്തുതിച്ചതായ അങ്ങ് ഗുരുപുരാലയ, അല്ലയോ ഗുരുവായൂരപ്പ, എൻ്റെ ഗതങ്ങളെയെല്ലാം നശിപ്പിക്കണമേ എന്ന് ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥനയാണ്. 2 ശ്ലോകവും ഒരിക്കൽ കൂടി ചെല്ലാം. ശമമുപേയുഷി വർഷഭരേ തദാ പശുപഥേനുകുലേ ച വിനിർഗതേ ഭുവി വിഭോ സമുപാഹിത ഭൂധര പ്രമുദിതൈ പശുപൈ പരിരേഭിഷേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. മഴയതൊക്കെ ശമിച്ചു പശുക്കളും പശുപരും ബത വന്നു വെളിക്കുടൻ. ഉടനെ അങ്ങുമിറക്കി ഗിരീന്ദ്രനെ അവരു നിന്നെ പുണർന്നതിമൂലമായി. ധരണിമേവ പുരാ ധൃതവാനസി ക്ഷിതിധരോദ്ധരണേ തവ കശ്രമ ഇതി നുത സ്ത്രിദശൈ കമലാപതേ ഗുരുപുരാലയ പാലയമം ഗദൽ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഭുവനമാകെയുയർത്തി ഭവാൻ പുരാ മലയിലെറ്റുവതെങ്ങിനെ കഷ്ടമാം. അമരരിങ്ങിനെ വാഴ്ത്തിയൊരീശ്വര ഗുരുപുരാധിപ ലോകമകറ്റണേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.